നമസ്കാരം. ഫണ്ട് എടുത്ത 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം വീണ്ടും അദാനി ഗ്രൂപ്പ് തന്നെയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അദാനി ഗ്രൂപ്പിന് മോശമില്ലാത്ത കുറേ നഷ്ടങ്ങൾ രേഖപ്പെടുത്തി. ഏകദേശം $13 ബില്യൺ തത്തുല്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പാണ് അദാനി ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒലിച്ചുപോയത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ 2024 നവംബറിൽ കണ്ടിട്ടുള്ളത്. അന്ന് കൈക്കൂലി കേസിൻ്റെയും ഒക്കെ പേരിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ പേരിൽ അദാനി ഗ്രൂപ്പിൻ്റെ വളരെയധികം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുകയും അത് നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും പോവുകയും ഇതിനെ തുടർന്ന് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉടലെടുത്തത്. അങ്ങനെ അദാനി ഗ്രൂപ്പ് ഷെയറുകളെല്ലാം മോശമില്ലാത്തൊരു തകർച്ച 2024 നവംബറിൽ രേഖപ്പെടുത്തി. അന്ന് ഏകദേശം $55 ബില്യൺ തത്തുല്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ഈ ഒരു ബില്യൺ ഡോളറുകളുടെ കണക്കുകൾ പറയുമ്പോൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറി വരുമ്പോൾ പോലും, അതായത് അദാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകൾക്ക് വരുമ്പോൾ പോലും, പ്രത്യേകിച്ച് പുതുതായി വന്ന റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് അവരെപ്പോഴും മിക്കവാറും താഴേക്ക് പോയ ഉടനെ വിൽക്കുക, അതായത് ആ ഒരു ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതും, തിരിച്ചു വരുമ്പോൾ മിക്കവാറും അത് അവരുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആദ്യം വാങ്ങിച്ചതിനേക്കാളും ഉയർന്ന വിലയ്ക്ക് തിരിച്ചും വീണ്ടും വാങ്ങിക്കുക എന്നുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല സ്റ്റോക്കുകളും താഴെ പോയി തിരിച്ചു കയറുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ചില്ലറ നിക്ഷേപകർക്ക് ഉണ്ടാകാറില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രതിപാദന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കഴിഞ്ഞ ആഴ്ച അദാനി ഗ്രൂപ്പിനെ ബാധിച്ച ഈ ഒരു പ്രശ്നവും ഒരു വർഷം മുമ്പുള്ള ഈ ഒരു പ്രശ്നവും, രണ്ടിലും ഒട്ടനേകം സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച അദാനി ഗ്രൂപ്പ് താഴേക്ക് പോയതിന് സത്യത്തിൽ നമ്മൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഈ ഒരു അദാനി ഗ്രൂപ്പ് ഫോൾ എന്ന് പറയുന്നത് അതൊരു പുതിയൊരു ഫ്രോഡിൻ്റെ പേരിലോ ഒന്നുമല്ല. പക്ഷേ US SEC അവരുടെ ഒരു ഫയലിങ്ങിൽ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന് 2 തവണ അദാനിക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടി, സമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത് മുഖവിലയ്ക്ക് എടുത്തില്ല, പല പ്രൊസീജിയർ ഇഷ്യൂസ് പറഞ്ഞിട്ട്. കാരണം ഹേഗ് കൺവെൻഷന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രീതിയിലല്ല ഈ പറയുന്ന നോട്ടീസുകളൊക്കെ അദാനിക്ക് അയച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നോട്ടീസുകൾക്കൊന്നും സീലോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നോട്ടീസുകളാകാം. പക്ഷേ എന്തായാലും ഹേഗ് കൺവെൻഷൻ അനുസരിച്ച് ഇവയെല്ലാം വേണമെന്നുള്ളത് മുൻനിർത്തിയിട്ട് 2 തവണ അയച്ച നോട്ടീസും ഇന്ത്യ ഗവൺമെൻറ് അദാനിക്ക് ഫോർവേഡ് ചെയ്തില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെ US റെഗുലേറ്റേഴ്സ് ന്യൂയോർക്ക് കോടതിയിൽ പോയിട്ട് ഈ ഒരു നോട്ടീസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെർമിഷൻ, ഇമെയിൽ വഴി അദാനിക്ക് നോട്ടീസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെർമിഷൻ, അതാണ് മുന്നോട്ട് വെച്ചത്. ഇത് സത്യം പറഞ്ഞ ഒരു പ്രൊസീജിയറൽ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. പക്ഷേ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഏകദേശം 1.5 ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ നിന്നും ഒലിച്ചുപോയി. 2024 ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇതെന്നുള്ളതാണ് സത്യം. പക്ഷേ പുതുതായിട്ട് ഉള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 2 സംഭവങ്ങളും നടക്കുമ്പോൾ സമാനതകൾ ഏറെയാണ്. ഉദാഹരണമായിട്ട് 2024 അദാനിയുടെ വീഴ്ച, അതിന് ഏകദേശം ഒരു ക്വാർട്ടർ മുമ്പ് തന്നെ പല വിദേശ നിക്ഷേപകരും അദാനിയിൽ നിന്നുള്ള ഓഹരി പങ്കാളിത്തം പതിയെ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നിലനിന്നിരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം വിദേശ നിക്ഷേപകരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുന്നു എന്നുള്ളതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കോറിലേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും സമാനതകൾ ഇതുപോലെയുണ്ട്. മറ്റൊരു കാര്യം, പല വാർത്താ ചാനലുകളിലും പറഞ്ഞത് ഈ ഒരു പ്രൊസീജിയറൽ ന്യൂസ് വന്നതിൻ്റെ പേരിൽ മാത്രമാണ് അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകൾ താഴെ പോയത് എന്നുള്ളതാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ അദാനി ഗ്രീനിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ചില മാധ്യമങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ FY26 ഫിനാൻഷ്യൽ ഇയർ 26 3rd ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 6 കോടി രൂപയിലേക്ക് താഴ്ന്നു. അതേസമയം തന്നെ അദാനി എൻ്റർപ്രൈസസ് മോശമില്ലാത്തൊരു വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. 2024 അദാനി ഗ്രൂപ്പിൻ്റെ തകർച്ചയിൽ നിന്നും അദാനി ഏകദേശം 36% കരകയറി. പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 13% മാർക്കറ്റ് ക്യാപ്പ് തകർന്ന് തരിപ്പണവുമായി. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെൻ്റലായിട്ട് ഈ പറഞ്ഞ വാർത്തകൾ ഒന്നും അദാനി ഗ്രൂപ്പിനെ ബാധിച്ചിട്ടില്ല. 2024 തകർച്ച വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നതാണ്. കാരണം ഈ പറഞ്ഞ വാർത്തകളോ അല്ലെങ്കിൽ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടുകളോ ഒന്നും അദാനി ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽസിനെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. അഥവാ ബാധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ആരോപണവും അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അന്ന് നമ്മൾ ഒരു ലാർജ് സ്കെയിൽ സെല്ലിങ് 2024 നടന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞിരുന്നത് മറ്റുള്ള
ചില സ്റ്റോക്കുകളെ പോലെ ഒരു നെറേറ്റീവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്റ്റോറിയുടെ മുകളിൽ കഥകൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അല്ല അദാനി ഗ്രൂപ്പിൻ്റെ വാല്യൂഷൻ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള അസറ്റ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡെറ്റ്സിൻ്റെ മുകളിൽ കടങ്ങളുടെ മുകളിലോ ഉള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ആ ഒരു അഭിപ്രായത്തിൽ നിന്നും മാറ്റമില്ല. അതേസമയം നമ്മൾ കഴിഞ്ഞ 1-2 വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു ഇത്തിരിയൊക്കെ ആകുലതയ്ക്ക് വക നൽകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അതായത് അദാനി ഗ്രൂപ്പ് നൽകുന്ന കുറച്ച് മാർക്കറ്റിന് നൽകുന്ന കുറച്ച് സന്ദേശങ്ങൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2024 തന്നെയുള്ള $2.5 ബില്യൺ എയർപോർട്ട് പ്രോജക്റ്റ് കെനിയ ക്യാൻസൽ ചെയ്തത്, അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ പവർ ഡീൽസ് ക്യാൻസൽ ചെയ്ത്, US മാർക്കറ്റിലുള്ള $600 മില്യൺ ബോണ്ട് ഇഷ്യൂ ക്യാൻസൽ ചെയ്ത്. പക്ഷേ ഇവയൊന്നും തിരികെ വന്നിട്ടില്ല അദാനി ഗ്രൂപ്പിലേക്ക് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവയൊന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഇതിനകത്താകെ US മാർക്കറ്റിലുള്ള $600 മില്യൺ ബോണ്ട് ഇഷ്യൂ മാത്രമേ കാര്യമായിട്ട് രണ്ടാമത് പ്രയത്നങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങൾ കാലാകാലങ്ങളായിട്ടുള്ള അദാനിയുടെ വാല്യുവേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 1-2 വർഷങ്ങളിലെ കഥകൾ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അദാനി ഗ്രൂപ്പിലുള്ള ഇപ്പോഴത്തെ നിക്ഷേപങ്ങൾക്ക് എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളൊരു ഹ്രസ്വകാല നിക്ഷേപകനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അദാനി ഗ്രൂപ്പ് ഈ പറഞ്ഞ അടുത്ത ആഴ്ച വരുന്ന ആഴ്ചകളിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ കുറച്ചൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെ കാണിച്ചേക്കാം. പക്ഷേ ഹ്രസ്വകാല നിക്ഷേപകനാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഷോർട്ട് ടേം ട്രെൻഡ്സ് ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഡെഡ് കാറ്റ് ബൗൺസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് അദാനി ഗ്രീനിനെ സംബന്ധിച്ച് വാല്യൂഷൻ താരതമ്യേന കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം വളരെ വീക്കായിട്ടുള്ളൊരു ഏർണിങ്സുമാണ്, അതേപോലെ തന്നെ അതിനെ തുടർന്ന് ഒരു മോശമില്ലാത്ത വലിയൊരു വാല്യൂഷനുമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് തലയിടാതിരിക്കുകയായിരിക്കും നല്ലത്. ലോങ് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അദാനി ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ താരതമ്യേന റിസ്ക് കുറഞ്ഞ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ്, അദാനി പോർട്ട് ആൻഡ് SEZ. കാരണം അത് അദാനി ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു വലിയൊരു ക്യാഷ് മെഷീനായിട്ട് തന്നെ നമുക്ക് കരുതപ്പെടാവുന്നതാണ്. മറ്റൊന്നുള്ളത് അദാനി പവറാണ്, ഒരു ഈൽഡ് സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. പലരും അദാനി പവറിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു തോന്നലുകളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാവരും റിന്യൂവബിൾ എനർജിയിലേക്ക് പോവുകയാണ്. പിന്നെ അദാനി പവറിനുള്ള ഒരു സാങ്കത്യം എന്താണ്, അതിനുള്ളൊരു പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ വളരെ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ ആകട്ടെ, അല്ലെങ്കിൽ സിമെൻ്റ് ആകട്ടെ, സ്റ്റീൽ ആകട്ടെ, ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും മാസീവ് ആയിട്ടുള്ളൊരു പവർ നൽകാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇപ്പോഴത്തെ രീതിയിൽ, ഭാവിയിലേക്ക് ചിലപ്പോൾ നന്നായേക്കാം, ഇപ്പോഴത്തെ രീതിയിൽ അത്ര പ്രാപ്യമല്ല എന്നുള്ളതാണ് സത്യം. അദാനി ഗ്രീനും അതേപോലെ തന്നെ അദാനി എനർജി സൊല്യൂഷൻസും ചിലപ്പോൾ ചുരുങ്ങിയ കാലത്തേക്കൊക്കെ ചിലപ്പോൾ ഒരു റിക്കവറിയുടെ സൈൻസ് കാണിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ളൊരു നിക്ഷേപം കുറച്ച് റിസ്കി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദാനി ഗ്രൂപ്പ് ഷെയറുകളുടെ പ്ലഡ്ജിങ്ങിനെ കുറിച്ചാണ്. പ്ലഡ്ജിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പ്ലഡ്ജിങ് പെർസെൻറ്റേജ് മനസ്സിൽ വെക്കുന്നത് എപ്പോഴും ഏതൊരു സ്റ്റോക്കിനെ സംബന്ധിച്ചാണെങ്കിലും നല്ലതാണ്. പക്ഷേ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പ്ലഡ്ജിങ് പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ട്, പ്രൊമോട്ടർ ഹോൾഡിങ്സ് പ്ലഡ്ജ് ചെയ്ത് എന്നുള്ളതിനെക്കുറിച്ച് അത് കാര്യമായിട്ട് വാല്യുവേഷനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ അദാനി ഗ്രൂപ്പിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം മീഡിയം ടു ഹൈ റിസ്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഈ 2 കമ്പനികൾ, അദാനി പവർ ആകട്ടെ, അദാനി പോർട്ട് ആകട്ടെ, ഇവയിലുള്ള നിക്ഷേപം നടത്തുന്നതിൻ്റെ അകത്ത് വലിയൊരു തെറ്റില്ല. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകണം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.